നമ്മൾ നിൽക്കുന്നത് മലപ്പുറത്ത് കോട്ടപ്പടി ഫുട്ബോൾ സ്റ്റേഡിയത്തിലാണ്. അർജന്റീനയുടെ വരവ് കാത്തിരിക്കുന്ന മനുഷ്യരുടെ ഇടയിലാണ് നമ്മൾ ഇന്നത്തെ വാർത്താ പ്രഭാത യാത്ര ആരംഭിച്ചത്. നമുക്കിപ്പം റോഷനുണ്ട്. തൻ്റെ അപാരമായ ഫുട്ബോൾ സ്കില്ല് കൊണ്ട് വൈറലായി കഴിഞ്ഞ റോഷൻ്റെ ഒരു സ്കില്ല് നമ്മളിപ്പോൾ കാണാൻ പോവാം. എന്താ ചെയ്യാൻ പോകുന്നത്? ഓക്കെ, റോഷൻ 2 ബോളുകൾ ഒരേ സമയം അടിച്ച് ഗോൾ പോസ്റ്റിലിട്ടയാളാണ്. ബോൾ എത്ര നേരം കാലിൽ കീപ്പ് ചെയ്യും എന്നുള്ളത് കൂടി. യെസ്, അപാരമായ ബോൾ അടക്കം. റൈറ്റ്. ഓക്കെ റോഷൻ, ഗുഡ്. അപ്പോൾ നോക്കൂ, ഇതെല്ലാം എക്സൈറ്റിംഗ് ആയി മാറുന്നതാണ്. മറ്റൊരു ഫുട്ബോൾ ആരാധകൻ മെസ്സി വന്നപ്പോൾ ഉണ്ട്. നമുക്കപ്പോൾ ഒരു പാട്ടുകാരൻ കൂടി ഉണ്ടല്ലോ ഇവിടെ, ഞാൻ കണ്ടു. എന്താ പേരെന്തായിരുന്നു? സുനിൽ 2 ശബ്ദത്തിലും പാടും അല്ലേ? മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ബേസിക്കലി. അപ്പോൾ സുനിലിൻ്റെ ഒരു പാട്ടും കൂടി നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് നമുക്ക് കോട്ടപ്പടി സ്റ്റാൻഡ് വിടാം. തീർച്ചയായിട്ടും. കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടില്ലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലില്ലേ, വരുമെന്ന് പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല, കൽവിലെ മൈനയെന്നും ഉറങ്ങിയില്ല. മധുമാസരാവിൻ വെൺചന്ദ്രനായി ഞാൻ അരികത്തു നിന്നിട്ടും കണ്ടില്ലേ, നീ കണ്ടില്ലേ. കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടില്ലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലില്ലേ. സുനിൽ അടിസ്ഥാന മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. 2 ശബ്ദത്തിലും, നായകനും നായികയുടെ ശബ്ദത്തിൽ സുനിൽ തന്നെ പാടിക്കോളും. ഓക്കെ, താങ്ക് യു. ഗംഭീരമായിട്ടുണ്ട് സുനിൽ. ഓക്കെ, അപ്പോൾ കല്ലായി കടവത്തെ പാട്ടോടുകൂടി ആവേശം ഈ മലപ്പുറത്തെ മാത്രമല്ല കേരളത്തിലെ ആരാധകർക്കിടയിലുമുണ്ട്. എന്നാൽ അതേസമയം മെസ്സി വരുന്നതിനും അപ്പുറം കേരളത്തിലെ കായിക മൈതാനങ്ങൾ കൂടുതൽ വികസിക്കണം, അടിസ്ഥാന സൗകര്യം വേണം. മലപ്പുറത്തിന് ഇനി മുത്തുകളെ നമുക്ക് മൈതാനങ്ങളിൽ നിന്ന് തപ്പിയെടുക്കണം. അതിനുള്ള അടിസ്ഥാന സൗകര്യ വികസനമാണ് വേണ്ടതെന്ന് പറയുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്പോർട്സ് കൗൺസിലിൻ്റെ ഈ കോട്ടപ്പടിയിലെ സ്റ്റേഡിയം പോലും കളിക്കാർക്ക് അങ്ങനെ തുറന്നു കൊടുക്കാത്തതിൽ ചെറിയ പ്രതിഷേധവുമുണ്ട്. അതൊക്കെയാണ് പ്രേക്ഷകരോട് പങ്കുവെച്ചത്. മല്ലിക, അപ്പോൾ ഇറങ്ങട്ടെ എന്നാ ഞങ്ങൾ അങ്ങോട്ട്. താങ്ക് യു. പിന്നെ നമുക്ക് ചായ കുടിക്കാം. മലപ്പുറത്ത് വന്നാൽ ചായ കുടിക്കാതെ വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ചായ കുടിക്കാം. ഒപ്പം തന്നെ മറ്റു വിശേഷങ്ങളുമുണ്ട്. ഞങ്ങൾ ഒരു വാർത്തയുള്ളൂ, ഒരു സ്വർണം അടിച്ചുകൊണ്ട് പോയ ഒരു വാർത്തയിലേക്ക് പോയി വരാം.